നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10, 2025 വ്യാഴം. അങ്ങനെ നമ്മള് നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയുടെ എക്സ്പയറിലേക്ക് കടക്കുകയാണ്. അൾട്രാ ലോ ആയതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഒക്കെ അൾട്രാ ലോ ആണ്. ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്നും പുതിയതായിട്ട് 8 രാജ്യങ്ങൾക്ക് എതിരെ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റില് കൺസോളിഡേഷനോട് കൂടിയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി മാർക്കറ്റ് അടയ്ക്കുന്നതാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നലെ മാർക്കറ്റ് നേരിയ തോതിലാണെങ്കിലും ഇടിവോട് കൂടിയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ കാരണം IT-യിലും ഓയിൽ ആൻഡ് ഗ്യാസിലും ഒക്കെ ഉണ്ടായ ഇടിവിനെ തുടർന്നാണ്. അതുകൂടാതെ ഇന്നലെ റിലയൻസിലും 2% ഇൻട്രാഡേ ബേസിസിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതിന് പ്രധാനമായും കാരണം റിലയൻസ് ജിയോ ഈ വർഷം തന്നെ ലിസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജിയോയുടെ ലിസ്റ്റിംഗ് ഈ വർഷത്തിൽ നിന്നും കമ്പനി മാറ്റിയതിനെ തുടർന്നാണ് ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രിയിൽ നേരിയ ഇടിവ് അനുഭവപ്പെട്ടത്. ഈ കാരണങ്ങളൊക്കെയായിരുന്നു നമ്മുടെ മാർക്കറ്റിനെ ഇന്നലെ നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് നയിച്ചത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 25,550 എന്ന ലെവല് അതിശക്തമായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,700, 25,800 എന്ന ലെവലുകളിലേക്ക് നിഫ്റ്റിക്ക് എത്തിപ്പെടാൻ സാധിച്ചേക്കാം. അതേസമയം 25,400, 25,300 എന്ന സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,200, 25,000 എന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നുള്ള അഭിപ്രായവും ഉണ്ട്. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. മാർക്കറ്റാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അതുപോലെ ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് നടത്തുന്നതാണ് കണ്ടത്. 65.68 എന്ന നിലയിൽ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ ബയേഴ്സ് ആയിരുന്നു 77 കോടി രൂപയ്ക്ക്. തത്സമയം ക്യാഷ് മാർക്കറ്റിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 920 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ വേദാന്തയ്ക്കെതിരെ അമേരിക്കൻ ഷോർട്ട് സെല്ലറായ വൈസ്രോയുടെ ഭാഗത്തു നിന്നും അലഗേഷൻസ് വന്നിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും അതിനെതിരെയുള്ള പ്രസ്താവന വന്നതിനെ തുടർന്നാണ് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്ക് കുറച്ചെങ്കിലും കരകയറിയത്. ഇതിനു മുൻപ് വൈസ്രോയി വേൾഡ് വൈഡില് 29 വൻ കമ്പനികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വേദാന്തയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ കമ്പനി നിഷേധിച്ചെങ്കിൽ കൂടിയും ഇനി മുന്നോട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ നമ്മൾ നോക്കിക്കണ്ടു തന്നെ കാണണം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെയായിരുന്നു താരിഫുമായി ബന്ധപ്പെട്ട ഡെഡ് ലൈൻ നൽകിയിരുന്നത്. അതിന്റെ ഫലമായിട്ട് ഇന്നലെ 8 രാജ്യങ്ങൾക്ക് കൂടി ട്രംപ് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറുക ഉണ്ടായി. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അൾജേരിയയ്ക്ക് 30%, ഇറാഖിന് 30%, ലിബിയയ്ക്ക് 30%, ഫിലിപ്പൈൻസിന് 20%, ബ്രൂണയ്ക്ക് 25%, മാൽഡോവയ്ക്ക് 25%, ശ്രീലങ്കയ്ക്ക് 30%, ബ്രസീലിന് 50% എന്ന ലെവലുകളിലാണ് അഡീഷണൽ താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ രാജ്യങ്ങൾക്കൊക്കെ ഈ താരിഫ് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റില് ഒരു റാലി കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായി. ഇന്നലെ US കമ്പനിയായ എൻവിഡിയ $4 ട്രില്യൺ കമ്പനിയുടെ മൂല്യം ഉയർത്തിയിട്ടുണ്ട് ഇന്നലത്തെ റാലിയോട് കൂടിയിട്ട്. ഇതിന്റെ ഫലമായിട്ട് എൻവിഡിയ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ ആദ്യത്തെ കമ്പനിയായിട്ട് മാറി. $4 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ വരുന്ന കമ്പനിയായിട്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ നിലവില് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 37 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയം S&P 500ഉം നാസ്ഡാക്കും ഇന്നലെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. യൂറോപ്യൻ മാർക്കറ്റ്സ് 3ഉം ഇന്നലെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിലെ പോസിറ്റീവായ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ മാർക്കറ്റിന് നൽകുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവില് ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് വ്യാപാരം തുടരുന്നു. തത്സമയം കൊറിയൻ മാർക്കറ്റ് നേട്ടത്തോടു കൂടിയും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലിലും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. തത്സമയം ഗോൾഡില് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ നിലവില്
ന്യൂട്രായ സെന്റിമെന്റ്സ് ആണ് കാണുന്നത്. ഇന്നലെ നമ്മുടെ ADR സ്റ്റോക്സിൽ മിക്സ്ഡ് ആയ സെന്റിമെന്റ്സ് ആണ് കണ്ടത്. ആക്സിസ് ബാങ്കും HDFC ബാങ്കും ICICI ബാങ്ക് ADRs നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. തത്സമയം ഡോക്ടർ റെഡ്ഡീസ്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ADRകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.72 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,500 എന്ന നിലയിലും. ഇന്നലെ നിഫ്റ്റിയിലെ ചെറിയ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയും നിഫ്റ്റി നിലവില് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേ 20 ഡേ മൂവിംഗ് ആവറേജസിന്റെ മുകളിലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലത്തെ ചെറിയ ഇടിവോട് കൂടിയിട്ട് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 25,400 എന്ന സ്ട്രൈക്കിൽ പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 24,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. തത്സമയം ബാങ്ക് നിഫ്റ്റിയില് ഡെയിലി ചാർട്ട്സില് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ ആണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 57,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. തത്സമയം 57,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. യൂണിയൻ ബാങ്ക് ഇന്നലെ സ്റ്റോക്കില് 5% ഇടിവ് അനുഭവപ്പെട്ടു. കാരണം വീക്കായ Q1 ബിസിനസ് അപ്ഡേറ്റിനെ തുടർന്ന്. ബാജൽ പ്രോജക്ട്സ് കമ്പനിയുടെ രാജഗോൺ ഫെസിലിറ്റിയില് പ്രൊഡക്ഷൻ കപ്പാസിറ്റി 40,500 മെട്രിക് ടണ്ണിൽ നിന്നും 1,10,000 മെട്രിക് ടൺ പെർ ആനമായിട്ട് ഉയർത്തുക ഉണ്ടായി. പ്ലാന്റിന്റെ വിപുലീകരണത്തോട് കൂടിയിട്ട്. ലിൻഡ് ഇന്ത്യ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് 12 രൂപ പെർ ഷെയറും അഡീഷണൽ ഡിവിഡൻഡ് ആയിട്ട് 7.5 രൂപ പെർ ഷെയറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. August 7, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ട്രൈഡസ് ഫാർമ 4 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് കമ്പനി നൽകുന്നുണ്ട്. July 22, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഫോണിക്സ് മിൽസ് കമ്പനി മാൾ ഓപ്പറേറ്റിംഗ് ബിസിനസ് ചെയ്യുന്നവരാണ്. ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ നവമ സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. GMMP ഫോർഡുലർ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് August 1 അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ ആൻഡ് അദാനി ഗ്യാസ് ഇരു കമ്പനികളും സംയുക്തമായി ജോയിന്റ് വെഞ്ചർ വഴി 1,738 കോടി രൂപ കൺവേർട്ടബിൾ ബോൺസിന്റെ സെയിൽസ് വഴി ഫണ്ട് റേസ് ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.